ഇൻസ്റ്റൻ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങ എല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞ് നമുക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു മാങ്ങയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർത്തെടുക്കാൻ വേണ്ടി പുളിക്കും. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങ ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ അങ്ങനെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ അച്ചാറിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളം നല്ലെണ്ണയിലോട്ട് 2 ടീസ്പൂണോളം കടുകും 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ടൊന്ന് ചൂടാക്കി ആ ഒരു പൊടിയുടെ മേലെ കൂടെ തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറേ നാൾ കേടുകൂടാതൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി നമുക്ക് തിളപ്പിച്ച് വേണമെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എന്തായിരുന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിക്കും.